നമസ്കാരം. ചങ്കിൽ തട്ടിയ വാർത്തയിലേക്ക് സ്വാഗതം. വ്യാധികൾ ആദിയായി മാറിയ ഒരാഴ്ചയാണ് കടന്നുപോയത്. പതിവുപോലെ തെരുവുനായ ആക്രമണത്തിനും ഈ ആഴ്ചയിൽ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. നാട്ടിലിറങ്ങുന്ന ആളുകളെ ഓടിച്ചിട്ട് കടിക്കുക തന്നെ ചെയ്തു തെരുവുനായ്ക്കൾ. പോലീസ് സ്റ്റേഷനിൽ യുവാവ് ക്രൂരമായി മർദ്ദനത്തിന് ഇരയായതും കണ്ടു ഈ ആഴ്ച. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയും റഷ്യയുമായി ചർച്ചകൾ നടത്തി. ട്രംപ് വീണ്ടും ഇണങ്ങുമെന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കും. തീരുവ യുദ്ധത്തിൽ ഇന്ത്യ ഉറച്ച നിലപാട് തന്നെ എടുത്തു. ഇങ്ങനെ നീണ്ടുപോകുന്നു വാർത്തയുടെ കുത്തൊഴുക്കുകൾ. ഇതിൽ നമ്മളുടെ മനസ്സിനെ സ്പർശിച്ച ആ വാർത്ത ഏതായിരിക്കും? എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ചങ്കിൽ തട്ടിയ വാർത്തയിലേക്ക് സ്വാഗതം. അഭയ, ഏതായിരുന്നു ആ വാർത്ത? റോജി, ഒരു 10-11 വർഷം മുമ്പാണ് മൂന്നാർ ഗവൺമെന്റ് കോളേജ് പരീക്ഷാകാലമായിരുന്നു. വിദ്യാർത്ഥികളെല്ലാം തകർത്ത് പരീക്ഷ എഴുതുന്നു. ഒരു ദിവസത്തെ പരീക്ഷാ ദിനത്തിന്റെ പരീക്ഷ അവസാനിക്കുന്ന മണിക്കൂറുകളിൽ കോളേജിലെ എക്സാം കൺട്രോളിംഗ് ഇൻചാർജ് ഉണ്ടായിരുന്ന പ്രൊഫസർ ക്ലാസ് റൂമിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹം വിദ്യാർത്ഥികളെയൊക്കെ നിരീക്ഷിക്കുന്നു. ഒരു ഗ്രൂപ്പ് ഓഫ് വിദ്യാർത്ഥികള് എന്തൊക്കെയോ കൃത്രിമങ്ങൾ കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. കൈയോടെ കോപ്പിയടിക്കാൻ അവർ ഉപയോഗിച്ച വസ്തുക്കളുമായി അവരെ അദ്ദേഹം പിടികൂടുന്നു. റൂമിലുണ്ടായിരുന്ന ഇൻവിജിലേറ്ററോടും അതുപോലെ തന്നെ പ്രിൻസിപ്പളോടും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. തന്റെ ഭാഗം വളരെ വ്യക്തമായി താൻ ചെയ്യേണ്ട കാര്യം കർത്തവ്യം നിർവഹിച്ചു. അടുത്തത് ഓണ വെക്കേഷൻ ആയിരുന്നു. അദ്ദേഹം വെക്കേഷനായിട്ട് പോകുന്നു. വെക്കേഷന് ശേഷം തിരിച്ചെത്തിയ ആ അധ്യാപകനെ കാത്തിരുന്നത് വലിയൊരു ആരോപണമായിരുന്നു. അദ്ദേഹം സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത അത്രയും വലിയ ഒരു ആരോപണത്തിനാണ് അദ്ദേഹം വിധേയനായത്. അദ്ദേഹം കോപ്പിയടിയിൽ പിടികൂടിയ 5 വിദ്യാർത്ഥിനികൾ അദ്ദേഹത്തിനെതിരെ പീഡന പരാതി നൽകിയിരിക്കുകയാണ്. തീർച്ചയായും ആ അധ്യാപകന്റെ മാനസികാവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും ചിന്തിച്ചു നോക്കാവുന്നതാണ്. ആ പരാതി എന്താണെന്ന് അദ്ദേഹത്തിനൊന്ന് കാണണം, വായിച്ച് കേൾപ്പിക്കണം എന്ന് പറഞ്ഞു. കോളേജ് മാനേജ്മെന്റ് ആകട്ടെ അതിനോട് സഹകരിച്ചില്ല. അവർ അന്വേഷണം ആരംഭിച്ചു. പിന്നീട് അങ്ങോട്ട് നീണ്ട 11 വർഷക്കാലത്തെ നിയമ പോരാട്ടമായിരുന്നു പ്രൊഫസർ ആനന്ദ് വിശ്വനാഥന്റെ ജീവിതത്തിൽ ഉണ്ടായത്. ഒടുവിൽ അദ്ദേഹത്തിന് നീതി ലഭിച്ചു. അദ്ദേഹം നിരപരാധിയാണെന്ന് തിരിച്ചറിഞ്ഞു. പക്ഷേ ഈ 11 വർഷക്കാലം ഒരു അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹം നേടിയെടുത്ത ഒരു റെപ്യൂട്ടേഷൻ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മുമ്പിൽ, സമൂഹത്തിന് മുമ്പിൽ, സുഹൃത്തുക്കൾക്ക് മുമ്പിൽ അദ്ദേഹം അപമാനിതനായി നിൽക്കേണ്ടി വന്ന ഒരു അവസ്ഥയുണ്ട്. അതിന് ഇടവരുത്തിയത് ഈ 5 വിദ്യാർത്ഥികൾ. ഇതിന് പിന്നിലെ രാഷ്ട്രീയ നീക്കങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്തകൾ എന്തുമായിക്കോട്ടെ, എങ്കിലും തന്റെ അധ്യാപകനെതിരെ നമ്മളെല്ലാം ചെറുപ്പം തൊട്ട് കേൾക്കുന്ന ഒരു വാചകമുണ്ട്, മാതാപിതാ ഗുരുദൈവം. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കുത്തിയിടുന്ന അവർക്ക്, ഈ വ്യക്തികൾക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യം നൽകണമെന്ന് ചെറുപ്പം മുതലേ കേട്ട് വളർന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും. ഓരോ വ്യക്തിയെയും അറിവിന്റെ വലിയ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തുന്ന അവന്റെ ഗുരുഭൂതൻ, ആ ഗുരുഭൂതന് എത്രമാത്രം മൂല്യം, ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫിലുണ്ട് എന്നതിനൊക്കെ ഒരു മൂല്യച്യുതിയല്ലേ ഇന്നത്തെ സൊസൈറ്റിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വളരെ ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു പോയത്. ശരിക്കും തീർച്ചയായിട്ടും അധ്യാപകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുവല്ല. പലപ്പോഴും നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കണക്കധ്യാപകനെ ഭയങ്കര പേടിയായിരുന്നു, അല്ലേ? എന്നാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു അധ്യാപകരായിരുന്നു മലയാളം അധ്യാപകർ എന്ന് പറയുന്നത്. ഈ കണക്കധ്യാപകർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ തന്നെ ഒരു ഞെട്ടലുണ്ടാവും. അപ്പോഴെല്ലാം നമ്മൾ അധ്യാപകരെ കാണുന്ന ശത്രുവിനെ പോലെയാണ്. പക്ഷെ അപ്പോഴും എന്തെങ്കിലും മുറുമുറുക്ക എന്നല്ലാതെ ഇത്രയും വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കുക പോലും ചെയ്യില്ലായിരുന്നു. അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിലുണ്ടായിരുന്ന ഒരു പവിത്രതയുണ്ട്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനവന്റെ വീട്ടിൽ ചെലവഴിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അവന്റെ വിദ്യാലയത്തിലാണ്. അവന്റെ അധ്യാപകർ എന്ന് പറയുന്നത് തീർച്ചയായും വിദ്യ അഭ്യസിപ്പിക്കുന്ന, അതുപോലെ തന്നെ ആ കുട്ടിയുടെ വളർച്ചയിൽ വളരെയധികം നിർണായക പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആ അധ്യാപകൻ എന്ന് പറയുന്നത്. അവൻ ശിക്ഷിക്കാം, തെറ്റ് കണ്ടാൽ തിരുത്താം, നല്ലത് പറഞ്ഞു കൊടുക്കാം, വളരെ വലിയ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകുന്ന, ഒരു പ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകുന്ന വ്യക്തികളാണ് അധ്യാപകർ എന്ന് പറയുന്നത്. അത്തരത്തിലൊരു അധ്യാപകനോട് കോപ്പിയടിയിൽ അധ്യാപകൻ പിടിച്ചു, കണ്ടു, ആ തെറ്റിനെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു, മറ്റുള്ളവരുടെ മുന്നിൽ കൊണ്ടുവന്നു. പക്ഷെ അതിനെ ഈ വിദ്യാർത്ഥികൾ നേരിട്ടത് ഒരു പെൺകുട്ടിക്ക് ആരോപിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ, ഒരു വ്യക്തിക്കെതിരെ ആരോപിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ആരോപണമാണ് ആ വ്യക്തി എന്നെ പീഡിപ്പിച്ചു. ഇവർ നീണ്ട 1 മാസക്കാലം ഈ വിദ്യാർത്ഥിനികളെ ഈ അധ്യാപകൻ പീഡിപ്പിച്ചു എന്നാണ് ഇവർ പരാതിയിൽ എഴുതിയിരുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള വെക്കേഷൻസ്, ഹോളിഡേ ടൈം ആയിരുന്നു ഈ 1 മാസക്കാലം. അപ്പോൾ ഈ 1 മാസക്കാലം ഈ വിദ്യാർത്ഥികൾ ഈ കോളേജിൽ ഇല്ല. ഇവരുടെ അറ്റൻഡൻസ് രജിസ്റ്റർ നോക്കിയാൽ തന്നെ ഇല്ല. എന്തൊക്കെയാണെങ്കിലും സത്യം പുറത്തു വന്നു. ആ അധ്യാപകന്റെ സത്യസന്ധത സമൂഹം മുഴുവൻ അറിഞ്ഞു. അദ്ദേഹം നിരപരാധിയാണെന്ന് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു, അദ്ദേഹത്തെ അറിയാവുന്ന വ്യക്തികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സത്യസന്ധത പുറത്തു കൊണ്ടുവരുവാൻ
നീണ്ട 11 വർഷക്കാലം നിയമ പോരാട്ടം നടത്തി. വലിയ ഒരു മാതൃക തന്നെ. ഒരുപാട് ഇതുപോലെ തന്നെ ചെറിയ ചെറിയ വൈരാഗ്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഇന്ന് തെറ്റ് ചൂണ്ടിക്കാണിച്ചു അത് തിരുത്തി കൊടുത്തതിന്റെ പേരിൽ പല അധ്യാപകരോടും ഇത്തരത്തിൽ ചെയ്യുന്ന വിദ്യാർത്ഥികൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഇനി ഒരു അധ്യാപകനും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് ആ അധ്യാപകൻ പറഞ്ഞത്. ഒരിക്കലും രാഷ്ട്രീയ സ്വാധീനമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഇത്തരത്തിൽ തങ്ങളുടെ അധ്യാപകന് നേരെ ഒരു ആരോപണം ഉന്നയിക്കാൻ ആ വിദ്യാർത്ഥികൾക്ക് മനസ്സ് വന്നത് എങ്ങനെയെന്ന് ആലോചിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ സമൂഹം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്, എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇത് മാത്രമല്ല, ഇതുപോലെ തന്നെ ഒരു ജോസഫേട്ടനെ നമ്മൾ ആരും തന്നെ മറക്കാത്ത വ്യക്തിയാണ് MJ ജോസഫ്, 75-കാരൻ. അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് വലിയൊരു ആരോപണമായിരുന്നു. അദ്ദേഹം നീണ്ട 285 ദിവസമാണ് ജയിലഴിക്കുള്ളിൽ കഴിഞ്ഞത്. സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടി തന്റെ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം സ്കൂളിലെ സെക്യൂരിറ്റിയുടെ മേൽ കെട്ടിവെച്ച വിദ്യാർത്ഥിനിയും നമ്മൾ കണ്ടതാണ്. വിദ്യാർത്ഥിനിയുടെ സ്നേഹബന്ധം ഇദ്ദേഹം അറിഞ്ഞു. ഇദ്ദേഹം അയൽവാസിയായിരുന്നു. പെൺകുട്ടിയെ വിളിച്ചു തിരുത്തി. ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് വളരെ നല്ല ഒരു ഉപദേശം നൽകി എന്നത് മാത്രമേ ജോസഫേട്ടൻ ചെയ്ത് തെറ്റുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ജോസഫേട്ടന് പിന്നീട് നേരിടേണ്ടി വന്നത് വലിയ, അദ്ദേഹം സ്വപ്നത്തിൽ പോലും പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു. ഞാൻ മകളെ പോലെ സ്നേഹിച്ച ഒരു കുട്ടിയായിരുന്നു ഇത്, ഇങ്ങനെ പറയുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊരു പറഞ്ഞു. പിന്നീട് ഇതിനകത്ത് ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളി പുറത്തിറങ്ങിയതിന് ശേഷം ആ കുട്ടിയോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം, കുട്ടിയല്ലേ, അവർക്ക് അങ്ങനെയല്ലേ ചിന്തിക്കാൻ പറ്റുള്ളൂ, അപ്പോൾ ഞാൻ ക്ഷമിക്കുകയല്ലേ വേണ്ടത് എന്ന് പറഞ്ഞ് വലിയൊരു ക്ഷമയുടെ പാഠം കൂടി അദ്ദേഹം പുറത്തെടുത്തു. പക്ഷേ അദ്ദേഹത്തിന്റെ അത്രയും ഒരു നാളത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ ആളുകളെല്ലാം തന്നെ സംശയിച്ചു, വളരെ സംശയിക്കുകയും കുറ്റക്കാരനാക്കി മാറ്റുകയും ചെയ്ത ഒരു സമയമായിരുന്നു. ജയിലിൽ ഇത്രയും ദിവസം കിടക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ എല്ലാവരും വെറുക്കുന്ന ഒരു സമയമാണ്. കാരണം ഒരു സെക്യൂരിറ്റിക്കാരൻ അവിടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസാണ് അദ്ദേഹത്തിന് മേൽ ചുമത്തപ്പെട്ടത്. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മുമ്പിൽ, സമൂഹത്തിന് മുമ്പിൽ ഒരു കുറ്റക്കാരനായി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം അത്യാവശ്യം സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇന്നേ വരെ അദ്ദേഹത്തിന് നേരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ആരും തന്നെ ഉന്നയിച്ചിട്ടില്ല. തന്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന, സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം പെട്ടെന്നൊരു ദിവസം വീട്ടിലേക്ക് പോലീസ് കയറി വരുന്നു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. തന്റെ മോളെ പോലെ താൻ കണ്ട ഒരു കുട്ടിയെ പീഡിപ്പിച്ചു, ആ കുട്ടി ഗർഭിണിയാണ് എന്ന ആരോപണ വിധേയനായാണ് അദ്ദേഹം ജയിലിൽ പോകേണ്ടി വന്നത്. അദ്ദേഹം പറയുന്നുണ്ട് ഈ കടന്നുപോയ 8-8.5 മാസം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു നഷ്ടമാണ്. അദ്ദേഹം നേരിട്ട അപമാനത്തിന് കൈയും കണക്കുമില്ല. ഇനി അതൊന്നും അദ്ദേഹത്തിന് ഒരിക്കലും തിരിച്ച് ലഭിക്കുകയില്ല. എന്നാലും പരാതിയില്ല, പരിഭവമില്ല. ആ മകൾക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നുവെന്ന് മാത്രം പറഞ്ഞ ആ ജോസഫേട്ടന്റെ മുഖമാണെങ്കിലും, പ്രൊഫസർ വിശ്വനാഥന്റെ മുഖമാണെങ്കിൽ പോലും, ആനന്ദ് വിശ്വനാഥന്റെ മുഖമാണെങ്കിൽ പോലും വളരെയധികം ചങ്കിൽ സ്പർശിച്ച, തറഞ്ഞു നിൽക്കുന്ന രണ്ട് മുഖങ്ങളാണ് റോജി. തീർച്ചയായിട്ടും ഈ ആരോപണം ആർക്കെതിരെ വേണേലും ഉന്നയിക്കാവുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിക്കഴിഞ്ഞാലും ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉടനെ തന്നെ പ്രയോഗിക്കാവുന്ന ഏറ്റവും വലിയൊരു ആയുധമായി ആരോപണം മാറുന്ന ഒരു സമയം കൂടിയാണ്. ഇപ്പം ആനന്ദ് സാറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിനികളെ മക്കളെ പോലെ സ്നേഹിക്കുകയും തെറ്റിദ്ധരുത്തുകയും ഒക്കെ ചെയ്തു. ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് ഓരോ വിദ്യാർത്ഥിയുടെയും ഭാവി നിർണ്ണയിക്കുന്നതിന് വല്ലാത്തൊരു പങ്ക് വഹിക്കുന്നതാണ്. അപ്പോൾ ഈ വിദ്യാർത്ഥിനികൾ അദ്ദേഹം കോപ്പിയടി പിടിച്ചതിനെ തുടർന്ന് എടുത്തടിച്ച് പറഞ്ഞൊരു കാര്യമാണ് ഈ പീഡന ആരോപണം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് വിദ്യാർത്ഥിനികളും അധ്യാപകരും അല്ലെങ്കിൽ വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ടാകുന്നത്? എന്താ ജോയ്സിന് തോന്നുന്നത്? ശരിക്കും ആ ഒരു ഗ്യാപ്പിന് കാരണം ചിലപ്പോൾ ചില വിഷയങ്ങളോടുള്ള നമ്മുടെ ഒരു താല്പര്യം കൂടുതൽ കുറവ് ഒക്കെ ആയിരിക്കും. ഇപ്പോൾ റോജി ആദ്യം പറഞ്ഞതുപോലെ മാത്സ് ടീച്ചറിനോട് നമുക്കൊരു താല്പര്യം കുറവും മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകരോട് നമുക്കൊരു താല്പര്യം കൂടുതൽ തോന്നുന്നത് ചിലപ്പോൾ ആ ഒരു സബ്ജക്റ്റിനോടുള്ള ഒരു അകൽച്ച അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് കാരണം ആയിരിക്കാം ചിലപ്പം. പക്ഷെ ഞാൻ ഇപ്പം ഈ ഒരു ടോപ്പിക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് അതല്ല. ശരിക്കും ഈ ഒരു വിഷയത്തിൽ, ഈ രണ്ട് വിഷയത്തിൽ നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനത്തിന്റെ ഒരു പ്രശ്നം, ഒരാളുടെ മുകളിൽ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി കുറ്റക്കാരനാണ് എന്ന സമൂഹം അങ്ങോട്ട് ചാപ്പകുത്തുകയാണ്. അത് മാത്രമല്ല, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ആ അധ്യാപകന് വ്യക്തമായിട്ട് തെളിവുണ്ടായിരുന്നു. അധ്യാപകൻ സ്കൂളിൽ ചെന്നിട്ടില്ല, ആ ടൈമിൽ അവിടെ വെക്കേഷൻ ആയിരുന്നു എന്ന് വ്യക്തമായിട്ട് തെളിവുണ്ട്. എന്നിട്ടും ഈ 12-11 വർഷം, ഇത്രയും തെളിവുണ്ടായിട്ടും 11 വർഷം എന്തുകൊണ്ട് ഈ ഒരു കേസിന് പുറകെ പോകേണ്ടി വന്നു? അത് ഈ 11 വർഷം നിരപരാധിയായിട്ടുള്ള ഒരാൾക്ക്
ആ ഒരു നിരപരാധിത്വം തെളിയിക്കാൻ അത്രയും ഡ്യൂറേഷൻ എടുത്തതിൻ്റെ ഒരു കാരണം അതൊക്കെ ശരിക്കും നമ്മുടെ നിയമത്തിലെ ഒരു പോരായിക തന്നെ അല്ലേ. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പ്രായപൂർത്തിയാകാത്ത ഒരാൾ, യുവതി, ആരും ആയിക്കോട്ടെ, പക്ഷെ ചെയ്തത് തെറ്റാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാലെങ്കിലും അവരുടെ ഫോട്ടോസോ അല്ലെങ്കിൽ അവരുടെ വിവരങ്ങളോ പുറത്തു വരുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലില്ല. ഇപ്പം ഈ രണ്ട് വിഷയത്തിലാണെങ്കിൽ പോലും ഈ ആരോപണം ഉന്നയിച്ച പെൺകുട്ടികളുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടാവില്ല. പക്ഷെ അന്നേരവും ഈ നിരപരാധിയായിട്ടുള്ള ആള് അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പം ഈ നിരപരാധിത്വം തെളിഞ്ഞു കഴിഞ്ഞിട്ടും അവർ സമൂഹത്തിന് മുന്നിൽ കുറ്റക്കാരായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. കോടതിയുടെ ഒരു വിധി വന്നു നിരപരാധിയാണെന്ന്, പക്ഷെ സമൂഹം മുഴുവൻ അവരെ കാണുന്നത് ആ ഒരു പോക്സോ കേസിലെ പ്രതി എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും. അവർക്ക് ജീവിതകാലം മുഴുവനും ഉള്ള ഒരു പേരാണ് ആ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ പോലും ഇവരുടെ ഈ നിരപരാധിത്വം കഴിഞ്ഞതാണെങ്കിൽ പോലും ഈ കുറ്റത്തിന്, ഈ ഒരു പ്രശ്നത്തിന് കാരണമായിട്ടുള്ള അവരുടെ ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടുണ്ടാവില്ല. അവർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാനും നമ്മുടെ നിയമ സംവിധാനം തയ്യാറായിട്ടുണ്ടാവത്തില്ല. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഒരാൾ കുറ്റം ആരോപിച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ, അവരുടെ ചിത്രങ്ങളോ അവരുടെ വിവരങ്ങളോ ഒന്നും തന്നെ പൊതുസമൂഹത്തിന് അവൈലബിൾ അല്ല. അപ്പോഴും കുറ്റക്കാരനായി ആരോപിക്കപ്പെട്ട വ്യക്തി, ജോയ്സ് പറഞ്ഞതുപോലെ തന്നെ, ആ കാലഘട്ടം മുതൽ ഇനി അങ്ങോട്ടും തുടർന്നും കുറ്റക്കാരനായി തന്നെ ആണ് സമൂഹം കാണുന്നത്. അത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള പരാതികൾ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ പോലീസ് വ്യക്തമായ രീതിയിൽ ഇത് പഠിക്കണം. പഠിച്ചതിന് ശേഷം മാത്രമേ ഒരാളെ എതിരെ ഒരു ആക്ഷൻ എടുക്കാൻ പാടുള്ളൂ. അല്ലാത്ത സ്ഥിതിക്ക് ഇതുപോലുള്ള ആനന്ദ് സാറുമാരും ജോസഫ് ഏട്ടന്മാരും വീണ്ടും പുനർജനിക്കുക തന്നെ ചെയ്യും നമ്മുടെ സമൂഹത്തിൽ. ചിലപ്പോഴെങ്കിലും നമ്മുടെ നിയമവും ദുരുപയോഗിക്കപ്പെടുന്നുണ്ട്. നമുക്ക് കൂടുതൽ സുരക്ഷിതത്വം നൽകാൻ വേണ്ടി തീർച്ചയായും സ്ത്രീകൾക്ക് നിയമസംഹിതയിൽ മുൻഗണന നൽകുന്നുണ്ട്. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നിയമങ്ങളുണ്ട്. അപ്പോൾ തന്നെയും ഇങ്ങനെ ഇത്തരത്തിലുള്ള ദുരാരോപണങ്ങൾ അല്ലെങ്കിൽ ഒരു നിരപരാധിയായ വ്യക്തിക്ക് മേൽ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുവാൻ മുന്നിട്ടിറങ്ങുന്ന സ്ത്രീകൾ ചെയ്യുന്നത് വലിയ രീതിയിലുള്ള വലിയൊരു തെറ്റല്ലേ. കോപ്പിയടിയിൽ പിടിച്ച അധ്യാപകന് നേരെ ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിക്കാൻ, പീഡന ആരോപണം ഉന്നയിക്കുന്നു, പരാതി നൽകുന്നു, നീണ്ട് 11 വർഷക്കാലം അതിന്റെ പുറകെ നിയമ പോരാട്ടങ്ങൾ നടക്കുന്നു, ഒടുവിൽ ആ വ്യക്തി നിരപരാധിയാണെന്ന് അറിയുന്നു. അപ്പോൾ നിയമവും ഇവിടെ ദുരുപയോഗിക്കപ്പെടുകയല്ലേ, തങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ ഒരു പരിധിവരെ ഇവിടെ ദുരുപയോഗിക്കുന്നില്ലേ എന്നൊരു ചിന്തയും. നിയമത്തിലൂടെ പല ആളുകളുടെയും നീതി നിഷേധിക്കുകയാണ്. അധ്യാപകരാണ്, ശത്രുക്കളല്ല. അത് വിദ്യാർത്ഥികളെല്ലാം ഓർക്കേണ്ടതാണ്. ഈ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ നമ്മളുടെ ഹൃദയത്തെ സ്പർശിച്ച വാർത്ത തന്നെയാണ് ഇത്. അഞ്ജലിയുടെ ഹൃദയത്തിൽ തട്ടിയ ആ വാർത്ത എന്താണ്? ഒരുപക്ഷെ ഈ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കുന്നംകുളത്തെ പോലീസിന്റെ 3ാം മുറ എന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ VS സുജിത്തിന് നേരിടേണ്ടി വന്ന ക്രൂരമർദ്ദനങ്ങളുടെ ദൃശ്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ പുറത്തു വന്നത്. വഴിയരികിൽ നിൽക്കുന്നുണ്ടായിരുന്ന സുഹൃത്തുക്കളെ ഭീഷണിപ്പെടുത്തിയ പോലീസുകാരുടെ അടുത്തേക്ക് എന്തുകൊണ്ട് എന്ന ചോദ്യവുമായി ചെന്ന സുജിത്തിനെ പോലീസുകാർ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് 4 പോലീസുകാർ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടത്. ഒരുപക്ഷെ ഈ ഒരു സംഭവത്തിൽ ജനങ്ങളെ കാത്തുപാലിക്കേണ്ട, നിയമത്തെ കാത്തുപാലിക്കേണ്ടവർ തന്നെ ഇതിനെതിരായിട്ട് തിരിഞ്ഞ ഒരു സംഭവമായിരുന്നു ഇത്. തീർച്ചയായിട്ടും. കാരണം ഇത് മർദ്ദനം എന്നൊക്കെ പറയുമ്പോൾ പോലീസുകാരാണ്, നമുക്കറിയാം, 2 അടിയൊക്കെ അടിക്കും, അസഭ്യമൊക്കെ പറയും, ഇതൊക്കെ അറിയുന്ന കാര്യമാണ്. പക്ഷെ ഇങ്ങനെയുണ്ട് ഒരു പോലീസുകാർ. ഇപ്പൊ നമുക്കറിയാം, പണ്ട് പുലിക്കോടൻ എന്ന് പറയുന്ന രാജൻ കേസുകൾ, അന്ന് രാജന്റെ അച്ഛൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ എൻ്റെ മകനെ കൊന്നിട്ടും എന്തിനാണ് അവനെ മഴയത്ത് നിർത്തിയിരിക്കുന്നത്. അത് വളരെ ഫേമസ് ആയ ഒരു കോട്ട. അന്നത്തെ ഈ പുലിക്കോടന്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ജനമൈത്രി പോലീസാണ്. കാരണം ഏത് സമയത്തും ഏത് പാതിരാത്രിക്കും പോലീസ് സ്റ്റേഷനിലേക്ക് ആളുകൾക്ക് കയറി ചെല്ലാം, അവർക്ക് അവരെ പരാതി പറയാം. സ്ത്രീയെന്നോ കുട്ടിയെന്നോ ഒന്നും വ്യത്യാസമില്ല. പലപ്പോഴും നമ്മൾ ചില വാർത്തകളൊക്കെ കാണുന്നുണ്ട്, കുട്ടികൾ ഫോൺ വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പറയുന്നു, ഹലോ ആരാണ്, മാമ എന്നെ അമ്മ വല്ലാണ്ട് തല്ലുന്നുണ്ട്, കേസെടുക്കണം എന്നൊക്കെ പറഞ്ഞ വാർത്തകളൊക്കെ ഉണ്ട്. അപ്പോൾ പോലീസുകാരോട് വളരെ ഒരു സ്നേഹമൊക്കെ തോന്നിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ മർദ്ദനം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ലാത്ത അടിയായിപ്പോയി. ഒരു ചെറുപ്പക്കാരനെയൊക്കെ ഇങ്ങനെ അടിക്കുക എന്ന് പറയുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പോലീസ് സേനയോടുള്ള ജനങ്ങളുടെ എല്ലാം വിശ്വാസം താറുമാറായി പോകുന്ന ഒരു കാഴ്ചയായിരുന്നു. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി എടുത്തതിനെ കുറിച്ചാണ്. നടപടി തന്നെ എടുത്തെന്ന് വെച്ചാൽ അവരുടെ വീടിനടുത്തേക്കുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പറയായിരുന്നു, ചൂട്ടെടുത്ത് 2 അടിയും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇത്രയൊക്കെ പോരെ എന്നും കൂടി ചോദിക്കാമായിരുന്നു ഇവർക്ക്. പക്ഷെ നടപടി ഇപ്പോഴും ഇല്ല. ഈ പോലീസുകാരെ എല്ലാവരും തന്നെ പോലീസ് തന്നെ സംരക്ഷിക്കുന്ന ഒരവസ്ഥയാണ്. കേരള മനസാക്ഷിയെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞ ക്രൂരമായ ഒരു മർദ്ദനമുറ തന്നെയായിരുന്നു പോലീസുകാർ ചെയ്തത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല, അല്ല ജോയ്സേ? ശരിയാണ്. ശരിക്കും ഒരു കാര്യം കൂടെ ആലോചിക്കണം.
ആ ദൃശ്യങ്ങൾ പുറത്ത് വന്നതുകൊണ്ടല്ലേ ഇതിപ്പം ചർച്ച ചെയ്യപ്പെടുന്നത്. ശരിക്കും ഈ കേരളം മുഴുവനും ആൾക്കാർ പോലീസിന്റെ ആ ഒരു സൈഡ് അറിയാൻ കാരണമായത് ആ ദൃശ്യം പുറത്ത് വന്നതുകൊണ്ടല്ലേ. ഇത്രയും വർഷങ്ങളായിട്ട് എന്തുകൊണ്ട് ആ ദൃശ്യങ്ങൾ പുറത്ത് വന്നില്ല? അപ്പൊ ഇതിന് പിന്നിൽ ശരിക്കും പ്ലാൻഡ് ആയിട്ടുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. ശരിക്കും പോലീസിനോടുള്ള ജനങ്ങളുടെ ആ ഒരു സമീപനത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ, ഇതുപോലെ ഒറ്റപ്പെട്ടതാണെങ്കിൽ പോലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് പോലീസിനോടുള്ള ഒരു സമീപനത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരും. അതായത് തങ്ങളെ സംരക്ഷിക്കാൻ ആരുമില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് സമൂഹത്തിലെ ജനങ്ങൾക്കൊരു തോന്നൽ വരാനൊരു കാരണമാകുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്രമങ്ങൾ കൂടും. ജനങ്ങൾക്ക് പോലീസിനോടുള്ള ഒരു സമീപനം മാറും. ഈ ജനമൈത്രി എന്നുള്ളതിനോട് പോലും പോലീസിന്, അതായത് ഈ ജനമൈത്രി എന്ന് പറയുന്നത് സിസ്റ്റം കൊണ്ടുവന്ന് പോലീസ് കുറച്ചുകൂടി ജനങ്ങൾക്ക് ഒരു ഫ്രണ്ട്ലി ആകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഈ ജനമൈത്രി കൊണ്ടുവന്നത്. പക്ഷെ അതിനോട് പോലും ജനങ്ങൾക്കൊരു വിശ്വാസമില്ലാത്തൊരു സിറ്റുവേഷൻ ആണ് ഇപ്പം ഈ പ്രശ്നം നടക്കുന്നതുകൊണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത് കൊണ്ട് ജനങ്ങൾ അറിഞ്ഞു. വിഘ്നേഷ് എന്ന് പറഞ്ഞൊരു സൈനികന്റെ കാര്യമുണ്ട്. വിഘ്നേഷിന്റെ കല്യാണമാണ് പിറ്റേ ദിവസം. എന്തോ ഒരു കാര്യത്തിന് പോലീസ് പിടിച്ചുകൊണ്ട് പോയി. വിഘ്നേഷിന്റെ സഹോദരനെ പിടിച്ചുകൊണ്ട് പോയി സ്റ്റേഷനിൽ കൊണ്ടിട്ട് തല്ലി ഇഞ്ചപ്പരുവമാക്കി. അവനിപ്പോഴും കേസും നിയമ നടപടിയോടെ നടക്കുക. CCTV ദൃശ്യങ്ങളൊന്നും അവൈലബിൾ അല്ല. ഇവിടെ കൊണ്ടുപോയി മർദ്ദിച്ചതിന് യാതൊരു തെളിവുകളുമില്ല. കഴിഞ്ഞ ദിവസം വിഘ്നേഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, സുജിത്ത് CCTV ദൃശ്യങ്ങൾ ലഭിച്ചത് കൊണ്ട് നന്നായി, അതുകൊണ്ടാണ് ലോകം ഇത് അറിഞ്ഞത്. ഞാൻ കുറെ കാലമായി നടക്കുന്നത്, എനിക്കൊന്നും ഇത് കിട്ടിയിട്ടില്ല എന്ന്. ശരിക്കും പറഞ്ഞാൽ സങ്കടം വരും, കരച്ചിൽ വന്നു പോകും. കാരണം അവന്റെ കല്യാണത്തിന്റെ തലേദിവസമാണ് പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനിൽ ഇട്ടിട്ട് ഇഞ്ചപ്പരുവാക്കുന്നത്. പോലീസുകാർ കയറി അങ്ങ് മേയ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ശരിക്കും ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നടപടി എടുക്കേണ്ടവർ തന്നെയാണ് ഈ കുറ്റക്കാരുടെ കൂടെ നിൽക്കുന്നത്. അതിപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് സംരക്ഷിക്കുക എന്നുള്ളത് ആഭ്യന്തര വകുപ്പ് മന്ത്രി അടക്കമുള്ളവരുടെ ഒരു ചുമതലയായിട്ട് വരുവാണ് അവിടെ. അതായത് ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് പകരം തങ്ങളുടെ പേര് സംരക്ഷിക്കുക, ആഭ്യന്തര വകുപ്പിന് ഒരു ചീത്തപ്പേര് വരാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് ഈ ഒരു പ്രശ്നം മറച്ചു വെക്കുന്ന ആ ഒരു രീതിയിലേക്ക് ഇത് കാര്യങ്ങൾ വരുവാണ്. ശരിക്കും ഇതുപോലെ പുറത്ത് വരാത്ത എന്തേറെ വിഷയങ്ങൾ ഉണ്ടാവും. എന്ത് വിശ്വസിച്ചാണ് ശരിക്കും ഈ വീഡിയോ പുറത്ത് വന്നതടക്കമുള്ള പ്രശ്നങ്ങളിൽ എന്ത് വിശ്വസിച്ച് ഇനി ജനങ്ങൾ പോലീസിനടുത്ത് ചെല്ലും? ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എനിക്ക് നാട്ടുകാരുടെ അടുത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടായെന്ന് വിചാരിക്കുക, ഞാൻ എന്ത് ധൈര്യത്തിൽ പോലീസിൻ്റെ അടുത്ത് ചെല്ലും? അവിടെ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാതെ, അല്ലെങ്കിൽ ഒരു പക്ഷത്തും നിൽക്കാതെ നിഷ്പക്ഷമായിട്ട് തീരുമാനമെടുക്കുന്ന, സത്യസന്ധമായിട്ട് നടപടിയെടുക്കുന്ന പോലീസുകാരില്ല എന്ന് ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ സമൂഹത്തിലെ ജനങ്ങൾ എങ്ങനെ ഒരു പോലീസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരു ആവശ്യം ഉന്നയിക്കും? തീർച്ചയായിട്ടും ഇപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പുറത്തേക്ക് വരുമ്പോഴാണ് നിഷ്പക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷമില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. കാരണം പോലീസ് സേനയ്ക്ക് ആകെ അപമാനമായി മാറിയ ഒരു കാര്യമാണ്. ഇപ്പം എൻ്റെ 2-3 സുഹൃത്തുക്കളെ ഞാൻ വിളിച്ചു, നിങ്ങളൊക്കെ എന്നാ ഇടിയാടാ ഇടിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, ഞങ്ങളെല്ലാവരും പോലീസ് സേനയിലുള്ള എല്ലാവരും ഇങ്ങനെയല്ല, അതിൽ ചെറിയ ആൾക്കാരൊക്കെ എവിടെയെങ്കിലും ഉണ്ടാവും, ബാക്കി നല്ല നല്ല മനുഷ്യരെയാണ് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നതെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഈ നല്ല നല്ല മനുഷ്യരെ എവിടെ കാണാൻ കിട്ടും? പോലീസിൽ കാണാൻ കിട്ടില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത. ഈ ചിന്ത എന്ന് പറയുന്നത് സമൂഹത്തിന് മൊത്തം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇത് ഈ ആഴ്ചയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ കേരളം അല്ലെങ്കിൽ മലയാളികൾ പൊതുസമൂഹം മുഴുവൻ ചർച്ച ചെയ്യുകയും സുജിത്തിന് ഒപ്പം തന്നെ നിൽക്കുകയും ചെയ്തു. കാരണം ഇത്രയും നാളത്തെ ഒരു നിയമ പോരാട്ടം 2023 നടന്ന സംഭവമാണ്. നിയമ പോരാട്ടം നടത്തുകയും പോലീസുകാർ തന്നെ ഇല്ലാതാക്കിയ CCTV അത് പിന്നീട് SP ഓഫീസിൽ നിന്ന് കണ്ടെടുക്കുകയും കോടതി നേരിട്ട് കേസെടുക്കുകയും ചെയ്ത എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഈ കേസിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ആഴ്ചയിൽ എല്ലാ മനുഷ്യരുടെയും, മനസാക്ഷിയുള്ളവരുടെ എല്ലാം മനസ്സിൽ തട്ടുക തന്നെ ചെയ്യും ഈ വാർത്ത. ശരിക്കും റോജി, ഇത് എൻ്റെ മാത്രമല്ല, നമ്മളടക്കമുള്ള യുവജനങ്ങളുടെ എല്ലാ ഹാർട്ടിൽ തട്ടേണ്ട, അല്ലെങ്കിൽ ചങ്കിൻ്റെ ആഴത്തിൽ തട്ടേണ്ട ഒരു സംഭവം തന്നെയാണ്. കാർലോ അക്യൂറ്റ്സ് എന്ന് പറയുന്ന ഒരു വാഴ്ത്തപ്പെട്ട, അല്ലെങ്കിൽ ഒരു 15 വയസ്സുകാരൻ, ഒരു 15 വയസ്സിൽ അർബുദം ബാധിച്ച് മരിച്ച ഒരു ചെറുപ്പക്കാരൻ, ഒരു സാധാരണക്കാരൻ, അദ്ദേഹത്തെ കത്തോലിക്ക സഭ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. വാഴ്ത്തപ്പെട്ടവനായിട്ട് ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്, വിശുദ്ധനായിട്ട് സെപ്റ്റംബർ 7-ാം തീയതി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിലെ യുവജനങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വിശുദ്ധനാണ് കാർലോ അക്യൂറ്റസ്. ശരിക്കും ഞാൻ പറയുന്നത്, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം വെച്ചിട്ട് ഈ കാർലോ അക്യൂറ്റസിനെ കുറിച്ച്
നമ്മുടെ യുവജനങ്ങളൊക്കെ ശരിക്കും ഒന്ന് റിസർച്ച് ചെയ്യണം. ശരിക്കും ഗൂഗിളിലൊന്ന് നോക്കുക പുള്ളി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതുപോലുള്ള നമുക്ക് ജീവിതത്തിൽ ഏത് തരത്തിൽ ഒരു മാതൃകയാക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ശരിക്കും നമ്മളൊന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ നമ്മുടെ സൺഡേ സ്കൂളുകളിലൊക്കെ ഈ കാർലോ അക്യൂറ്റസിനെ കുറിച്ച് ശരിക്കും കുട്ടികൾക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. കാരണം സമ്പന്നതയിൽ നല്ല രീതിയിൽ ജീവിച്ചിട്ട്, നല്ല സമ്പന്നമായിട്ടുള്ള ഒരു കുടുംബത്തിൽ ജീവിച്ചിട്ടും അതിൻ്റെ ആഡംബരമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ജീവിച്ച്, മറ്റുള്ളവർക്ക് വേണ്ടി സഹായങ്ങളൊക്കെ ചെയ്ത് ജീവിച്ച്, സഭയ്ക്ക് വേണ്ടിയിട്ടും ദൈവത്തിന് വേണ്ടിയിട്ടും കർത്താവിന് വേണ്ടിയിട്ട് തന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചെറുപ്പം തൊട്ടേ ആലോചിച്ച്, 15 വയസ്സെന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അപ്പം ചെറുപ്പം തൊട്ടേ ആലോചിച്ച് മരിക്കുന്നത് വരെ അതിനു വേണ്ടി പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് കാർലോ അക്യൂറ്റസ്. സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഇപ്പോഴത്തെ കാലത്ത് നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഭാഗത്തു നിന്ന് സഭയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഒരുപാട് വഴികൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ ശരിക്കും ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു മൊബൈൽ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് എണ്ണാൻ പറ്റാത്ത അത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ചിന്തിക്കാൻ പറ്റാത്ത അത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ടും നമ്മളൊന്നും ചെയ്യുന്നില്ല. പക്ഷെ വളരെ നിസ്സാരമായിട്ട് ഒരു വെബ്സൈറ്റ് തുടങ്ങി ആ വെബ്സൈറ്റിലൂടെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ, ലോകത്ത് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്ന സ്ഥലങ്ങളും അവിടുത്തെ ഡീറ്റെയിൽസ്, അവിടുത്തെ ഫോട്ടോസ് എല്ലാം കളക്ട് ചെയ്ത് ലിസ്റ്റ് ചെയ്ത് അവിടുത്തെ റൂട്ട് മാപ്പ് അടക്കം ലിസ്റ്റ് ചെയ്ത് ഒരു വെബ്സൈറ്റ് പുറത്തിറക്കിക്കൊണ്ടാണ് കാർലോ അക്യൂറ്റസ് ശരിക്കും ശ്രദ്ധിക്കപ്പെടുന്നത്. ജനനത്തിന് മുൻപ്, ഈ കാർലോ അക്യൂറ്റസിന്റെ ജനനത്തിന് മുൻപ് ഈ കാർലോ അക്യൂറ്റസിന്റെ മാതാപിതാക്കൾ ഒരു ക്രിസ്തീയ ഫാമിലിയാണ്, ക്രിസ്തീയ വിശ്വാസത്തിലുള്ളൊരു കുടുംബമാണ്. പക്ഷെ ക്രിസ്തീയ വിശ്വാസത്തിൽ വലിയ ആഴപ്പെട്ടുള്ളൊരു ജീവിതമൊന്നും ആയിരുന്നില്ല. പക്ഷെ കാർലോ അക്യൂറ്റസ് ജനിച്ച് വളർന്നു വരുന്ന കാലഘട്ടത്തിൽ കാർലോയുടെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുവാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ കൂടുതൽ സഭയെക്കുറിച്ചും കർത്താവിനെക്കുറിച്ചും കൂടുതൽ പഠിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അത് ഈ കുടുംബത്തെ മുഴുവനും ഒരു ക്രിസ്തീയമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കും ഒരു മകൻ ഒരു വിശുദ്ധനായിട്ട് എത്തിച്ചേരുന്ന ആ ഒരു സിറ്റുവേഷനിലേക്കും ഒക്കെ ആ ഒരു കുടുംബത്തെ മുഴുവനും ചെന്നെത്തിച്ചു. ഈ ഡിജിറ്റൽ യുഗത്തിനെ പറ്റി പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഡിജിറ്റൽ കാര്യങ്ങളിലൂടെ ദൈവത്തെ, ഈശോയെ എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞ ദിവസം ഞാനൊരു സുഹൃത്തിനോട് ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് കംപ്ലീറ്റ് സമയവും വാട്സപ്പിലാണല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ വാട്സപ്പിലൊന്നും അല്ല. അല്ലേ, ഓക്കെ, അപ്പോൾ ഞാൻ സോറി പറയാം എന്ന് വിചാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇൻസ്റ്റയിലാണ് എന്ന് പറഞ്ഞു. ഇതാണ് നമ്മളടക്കമുള്ള ആളുകൾ എല്ലാം ഇങ്ങനെ തന്നെയാണ്. നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ എങ്ങനെ ദൈവപ്രകീർത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് സംശയമാണ്. ചെയ്യുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ അങ്ങനെ ചെയ്ത് വിശുദ്ധനാകുകയാണ് അദ്ദേഹം, അല്ലേ? അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് miraculoucaristis.org. ആർക്ക് വേണമെങ്കിലും കയറി നോക്കാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വെബ്സൈറ്റ്. അതായത് ഒരു 15 വയസ്സുകാരന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിമിതി നമുക്കറിയാം. ആ പരിമിതിയിൽ പോലും വളരെ സിമ്പിളായിട്ട് ലോകത്തിന് മുന്നിലേക്ക് സുവിശേഷം ഡിജിറ്റലായിട്ട് എത്തിച്ച ഒരു വ്യക്തിയാണ് കാർലോ അക്യൂറ്റസ്. അപ്പം വിശുദ്ധ പദവിയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തുന്ന ആ ഒരു സിറ്റുവേഷനിൽ, ആ ഒരു സമയത്ത് നമുക്ക് ജീവിക്കാൻ പറ്റിയെന്നുള്ളതും നമുക്ക് യുവജനങ്ങളായിട്ട് ജീവിക്കാൻ പറ്റിയെന്നുള്ളത് ശരിക്കും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇതിനോട് കണക്ട് ചെയ്ത് തന്നെ നമുക്ക് മറ്റൊരു സംഭവം നമുക്ക് പറയാം. നമ്മുടെ നാട്ടിൽ നിന്നും യുവജനങ്ങൾ എത്രത്തോളം ഈ ഒരു ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആഴപ്പെട്ട് ജീവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ എത്രത്തോളം കാര്യമായിട്ട് എത്രത്തോളം പ്രാധാന്യം നൽകി സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ശരിക്കും ഒന്ന് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മുടെ നാട്ടിൽ എറണാകുളത്ത് സംഭവിച്ചൊരു കാര്യം പറയാം. ഒരു പെൺകുട്ടി 27ാമത്തെ വയസ്സിൽ ആ പെൺകുട്ടി അർബുദം ബാധിച്ച് മരിക്കുകയാണ്. അജ്ന ജോർജ് എന്നാണ് ആ കൊച്ചിൻ്റെ പേര്. ആ പെൺകുട്ടിയുടെ മരണത്തിന് ശേഷമാണ് ലോകം ആ പെൺകുട്ടിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയപ്പെടുന്നത്. ജീസസ് യൂത്തിലൊക്കെ വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ഒരു മെമ്പറായിരുന്നു. അപ്പോൾ ഈ ജീസസ് യൂത്തിലെ ബാക്കി മെമ്പേഴ്സ് ഈ കുട്ടിയുടെ മരണത്തിന് ശേഷം ആ കുട്ടിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വഴിയാണ് ലോകം മുഴുവനും ഈ കുട്ടിയുടെ ഒരു ജീവിതം അറിയുന്നത്. ദിവ്യകാരുണ്യവുമായിട്ട് അത്രയും അടുത്ത് നിന്ന ഒരു പെൺകുട്ടി. ശരിക്കും നമ്മുടെ ഈ കാലഘട്ടത്തിൽ ശരിക്കും അതുപോലെ ജീവിച്ച, നമ്മുടെ മലയാളികളിൽ അതുപോലെ ജീവിച്ച മറ്റ് ആൾക്കാർ വളരെ ചുരുക്കമേ ഉണ്ടാവത്തുള്ളൂ, വിരലിൽ എണ്ണാവുന്നവരെ ഉണ്ടാവത്തുള്ളൂ. ദിവ്യകാരുണ്യത്തിനായിട്ട് എന്നും ഈശോയുടെ അടുത്ത് പോകുവാനും കുർബാന സ്വീകരിക്കുവാനും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു പെൺകുട്ടി. അപ്പോൾ ശരിക്കും നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു ജീവിതം കൂടിയാണ്. ഒരു വാഴ്ത്തപ്പെട്ട ഒരു വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ ഭാവിയിൽ ഒരു വിശുദ്ധയായിട്ടൊക്കെ പ്രഖ്യാപിക്കാൻ കേരളത്തിൽ നിന്നൊരു പ്രഖ്യാപനം വരുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒന്നുകൂടി പ്രതീക്ഷിക്കാം.
അറിയിക്കാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ കാർലോ അക്യൂറ്റസിന്റെ വെബ്സൈറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ കണ്ടതാണ്, നമ്മുടെ നാട്ടിൽ നിന്നും സംഭവിച്ചിട്ടുള്ള ഒരു ദിവ്യകാരുണ്യം, ഇന്ത്യയിൽ നിന്നും ആകെ ഒരെണ്ണമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് പക്ഷേ ഇപ്പോൾ വെബ്സൈറ്റിന് അപ്ഡേഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. ഈ അടുത്തൊക്കെ വേറെ വിളക്കന്നൂർ അടക്കമുള്ള അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം വെബ്സൈറ്റിന് അപ്ഡേഷൻ നടന്നിട്ടില്ല. കൊല്ലം ജില്ലയിൽ നടന്ന ഒരു ദിവ്യകാരുണ്യ അത്ഭുതം ആ വെബ്സൈറ്റിൽ വ്യക്തമായിട്ട് ഇമേജസും അതുപോലെ റൂട്ട് മാപ്പ് ഫുൾ ഡീറ്റെയിൽസ് കൊടുത്ത് ആ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പം വിശുദ്ധനാവുക എന്ന് പറയുന്നത് യുവജനങ്ങൾക്കെല്ലാം വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് ഇവരുടെ ജീവിതം എല്ലാം തെളിയിക്കുന്നത്. കാരണം അവർ ചെയ്ത കാര്യങ്ങൾ വളരെ ചെറുതാണെങ്കിലും അത് ഈശോയ്ക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു എന്നാണ് ഇതിലൂടെ നമുക്ക് തെളിയിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കാണാൻ പറ്റുന്നത്. യുവജനങ്ങളെല്ലാം തന്നെ മാതൃകയാക്കേണ്ട രണ്ട് വ്യക്തിത്വങ്ങളെ കുറിച്ച് തന്നെയാണ് ജോയ്സ് ഇപ്പോൾ പറഞ്ഞത്. അത് ശരിക്കും നമ്മുടെ ചങ്കിൽ തട്ടിയത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഈ കാലത്ത് നമ്മൾ പ്രത്യേകിച്ചും കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ലഹരിയിൽ മുങ്ങി മയങ്ങി നടക്കുന്ന ഒരു കാലഘട്ടമാണ് ശരിക്കും നമ്മൾ മലയാളികൾ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത്രയുമൊക്കെ സമ്പന്നമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടായിട്ടും എല്ലാത്തിനും സാഹചര്യം ഉണ്ടായിട്ടും ഏത് തെറ്റിലേക്കും വഴിമാറി പോകുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടും അവിടെ ഒന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ സ്വന്തം നമ്മുടെ ഒരു പവിത്രമായിട്ടുള്ള ഒരു വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഞാനൊരു സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയായിട്ടാണ് ഈ ഒരു വെബ്സൈറ്റിനെ കാണുന്നത് എന്ന് അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി. അപ്പോൾ ആ ഒരു ചിന്ത ചെറുപ്പം തൊട്ടേ വളർത്തിയെടുത്ത ആ ഒരു കുടുംബം, മാതാപിതാക്കളിൽ നിന്നാണല്ലോ മക്കള് ഇങ്ങനെ ഒരു വിശ്വാസപരമായിട്ടുള്ള ഒരു അടിത്തറ കെട്ടിപ്പടുക്കുന്നത്. അപ്പോൾ ഈ കുടുംബത്തിന്റെ കാര്യം നമ്മൾ ശരിക്കും അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് ലഭിച്ച ആ ഒരു വിശ്വാസപരമായിട്ടുള്ള ഒരു പരിശീലനത്തിൽ നിന്നാണ് നമ്മളൊക്കെ ഇന്നിവിടെ ഇരിക്കുന്നത്. അപ്പോൾ കുടുംബങ്ങളിൽ നിന്നുമാണ് ശരിക്കും നമ്മുടെ മക്കൾക്കുള്ള ഒരു വിശ്വാസ പരിശീലനം തുടങ്ങേണ്ടത്. അത് നമ്മുടെ യുവജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ശരിക്കും ഈ രണ്ട് കാര്യങ്ങളും നമ്മളൊന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇത് ശരിക്കും ഞാനടക്കമുള്ള യുവജനങ്ങളുടെ നമ്മളടക്കമുള്ള യുവജനങ്ങളുടെ ചങ്കിൽ തട്ടേണ്ടതാണ്. ശരിക്കും തട്ടിക്കണം അത്. തീർച്ചയായും ജോയ്സ്, നമ്മളെപ്പോലെ ഈ സൈബർ യുഗത്തിൽ ജീവിച്ച, ജീൻസും ഷർട്ടും ധരിച്ച, ഫുട്ബോളിനെ സ്നേഹിച്ച, വീഡിയോ ഗെയിംസ് കളിച്ചുകൊണ്ടിരുന്ന, അത്തരത്തിൽ എല്ലാം ഈ വിരൽത്തുമ്പിൽ ഉണ്ടായിരുന്ന നമ്മളെപ്പോലെ ഈ ആധുനിക യുഗത്തിൽ ജീവിച്ച കാർലോ അക്യൂറ്റസ് ആണ് വിശുദ്ധ പദവിയിലേക്ക് ഉയരുന്നത്. ജോയ്സ് പറഞ്ഞ പോലെ എല്ലാ യുവാക്കൾക്കും മുന്നിൽ വലിയൊരു പ്രതീക്ഷയുടെ അല്ലെങ്കിൽ ഒരു ചോദ്യചിഹ്നം തന്നെയാണ് കാർലോ ഉയർത്തുന്നത്. വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലാകട്ടെ ലഹരിയിലാകട്ടെ സമയം ചെലവഴിച്ച് തങ്ങളിലേക്ക് തന്നെ ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന യുവത്വത്തിന് മുന്നിലാണ് കാർലോ അക്യൂറ്റസ് വലിയൊരു മാതൃകയാകുന്നത്. ദിവ്യകാരുണ്യ ഭക്തിയിൽ അത്രമാത്രം കേന്ദ്രീകൃതമായിരുന്നു കാർലോയുടെ ജീവിതം. എത്രമാത്രം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ലോകമെങ്ങും പ്രചരിപ്പിക്കാം, ദിവ്യകാരുണ്യ ഭക്തി എല്ലാവരിലും സൃഷ്ടിക്കാം എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ആ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും. അതുപോലെ തന്നെ കാർലോയുടെ ജീവിതത്തിൽ ഉടനീളം ആ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ലോകം എല്ലായിടത്തും തന്നെ എത്തിക്കുവാൻ വേണ്ടിയിട്ടും ഈശോയുടെ വലിയ സാക്ഷിയാകാനും ആ 15 വയസ്സുകാരന് സാധിച്ചു. ഇനി വിശുദ്ധ പദവിയിലേക്ക് ഉയരാൻ പോവുകയാണ്. അപ്പോൾ ഓരോ യുവത്വത്തിന് മുന്നിലും വലിയൊരു പ്രതീക്ഷയുടെ, അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് 15 വയസ്സുകാരനായ കാർലോയ്ക്ക് ആകാമെങ്കിൽ ഓരോരുത്തർക്കും ആയിക്കൂടാ എന്നൊരു വലിയ ചോദ്യമാണ് കാർലോ നമുക്ക് മുന്നിൽ വെക്കുന്നത്. അതുപോലെ തന്നെയാണ് ജോയ്സ് പറഞ്ഞതുപോലെ വിരൽത്തുമ്പിൽ ഉണ്ടായിരുന്നു എന്ത് ചൂസ് ചെയ്യണം എന്നത്. പക്ഷെ ഈ എല്ലാ ആധുനിക ടെക്നോളജീസിന്റെയും എല്ലാ സാധ്യതകളെയും കാർലോ ഉപയോഗിച്ചത് ദൈവത്തിന്റെ മഹത്വത്തിനായിരുന്നു. എത്രമാത്രം ലോകത്തിലേക്ക് ദൈവിക പദ്ധതികൾ അല്ലെങ്കിൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ, ദിവ്യകാരുണ്യ ഭക്തി എത്തിക്കാം എന്നതിനായിരുന്നു ഈ ടെക്നോളജീസിനെ ആവട്ടെ സാധ്യതകളെ ആവട്ടെ കാർലോ ഉപയോഗിച്ചത്. തീർച്ചയായും കാർലോ ഇന്നത്തെ ലോകത്തിന് വലിയൊരു മാതൃകയാണ്. കാർലോയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനമാകട്ടെ, കാർലോ അക്യൂറ്റസിന്റെ ജീവിതമാകട്ടെ ഓരോ വ്യക്തിക്കും വളരെയധികം മാതൃക നൽകുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും കാർലോയുടെ ജീവിതം ഇന്നത്തെ യുവജനങ്ങൾക്കെല്ലാം തന്നെ വലിയൊരു മാതൃകയാണ്. നേരത്തെ അഭയ പറഞ്ഞതുപോലെ ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടും എനിക്കും ആയിക്കൂടാ. നന്മയുടെ മാർഗത്തിലൂടെ പോവുക, ചരിക്കുക എന്ന വലിയ സന്ദേശം കാർലോ നമുക്ക് നൽകുന്നുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു വാർത്ത എന്ന് പറയുന്നത് 3 പിള്ളേരുടെ കളി, 2 അഭിജിത്തും ഒരു സൂര്യജിത്തുമാണ്. കാരണം ഇവർ വൈകുന്നേരം അവരുടെ സാധാരണയുള്ള കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് റോഡരികിൽ ഒരു ബാഗ് വീണ് കിടക്കുന്നു. എടുത്തു നോക്കിയപ്പോൾ അതിനകത്ത് നിറച്ചും പണമാണ്. കാരണം ഇപ്പോഴത്തെ നേരത്തെ നമ്മളെല്ലാം പറഞ്ഞ പോലെ പണത്തിന് വേണ്ടിയുള്ള ആവശ്യക്കാരാണ് ഉള്ളത്. നോക്കി കഴിഞ്ഞപ്പോൾ 16, 17, 21 വയസ്സുള്ള പിള്ളേരാണ്. നോക്കി കഴിഞ്ഞപ്പോൾ 3 ലക്ഷം രൂപയായിരുന്നു. ഇവരൊന്നും ആരോടും ഒന്നും പറഞ്ഞില്ല, തമ്മി നോക്കിയതിന് ശേഷം 3-4 കിലോമീറ്റർ അകലെയുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു.
അവിടെ ചെന്ന് പോലീസുകാരോട് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട്, ഇതിനകത്ത് നിറച്ചും പണമാണുള്ളത്, ഞങ്ങൾ എന്നാ ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. പോലീസുകാർ അവിടെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തു. ഈ പണത്തിന്റെ ഉടമയെ കണ്ടെത്തി. അപ്പോൾ നഷ്ടപ്പെട്ട വിഷമത്തിൽ ഇരിക്കുന്ന ഇവരുടെ നാട്ടുകാരൻ തന്നെയായിരുന്നു. അയാൾ വന്നു, ഈ പണം കൊടുത്തു. ആ പൈസ അയാളുടെ ആയിരുന്നില്ല, അയാളുടെ സുഹൃത്തിൻ്റെ ആയിരുന്നു പണം എന്ന് പറയുന്നത്. ഇത് അയാൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഒരു കള്ളൻ എന്ന് പറയുന്ന വലിയൊരു പേര് അയാൾക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ഈ 3 കുട്ടികൾ, 3 ചെറിയ കുട്ടികൾ, ഞാൻ പറഞ്ഞതുപോലെ 16-17 വയസ്സുള്ള പിള്ളേരാണ്. ഇവർ കാണിച്ച ഈ നന്മ എന്ന് പറയുന്നത് ഈ ലോകത്തിനും അല്ലെങ്കിൽ മലയാളികൾക്കും ഒക്കെ മാതൃകയാകേണ്ടതാണ്. ഇതിനകത്ത് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, നമ്മുടെ അല്ലാത്ത ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സംഭവം നമ്മളുടെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതൊരിക്കലും മുന്നോട്ട് പോവുകയില്ല എന്നൊരു സന്ദേശം കൂടി ഇത് മുന്നോട്ട് വെക്കുന്നുണ്ട്. കരുണ, ദയ എന്നൊക്കെയുള്ള കുറേ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ഈ മൂല്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞു കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്, അല്ലെ? തീർച്ചയായും. റോജി പറഞ്ഞപ്പോൾ ബാല്യം എത്ര നിഷ്കളങ്കമാണെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ഈശോ പറയാറുണ്ട്, നിങ്ങൾ ശിശുക്കളെ പോലെ ആകാനാണ്. അപ്പൊ കുട്ടികൾക്ക് എത്ര നിഷ്കളങ്കമായിട്ടാണ് അവര് ഇത്രയും രൂപയാണ് അവരുടെ കൈകളിൽ ലഭിച്ചിരിക്കുന്നത്. അവർക്ക് മറ്റൊന്നും ചിന്തിക്കാൻ തോന്നിയില്ല. ഉടനെ അവര് പോലീസ് സ്റ്റേഷനിൽ പോയി അത് കൈമാറി. ഒരുപക്ഷെ ഈ ബാല്യത്തിലല്ലായിരുന്ന അല്ലെങ്കിൽ ഒരു കുട്ടിയല്ലായിരുന്നു ഈ സ്ഥാനത്ത് നിന്നിരുന്നെങ്കിൽ അവന്റെ മനസ്സിലൂടെ എന്തൊക്കെ കടന്നു പോകുന്നു ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാനില്ല. അതുകൊണ്ട് തന്നെ ബാല്യത്തിലെ ആ ഒരു നിഷ്കളങ്കത അല്ലെങ്കിൽ ബാല്യത്തിൽ നമ്മൾക്ക് ലഭിക്കുന്ന പല മൂല്യങ്ങളും വലുതാകുമ്പോഴും മുന്നോട്ട് ചുട്ടയിലെ ശീലം ചുടല വരെ എന്നതുപോലെ തുടർന്നുകൊണ്ട് പോകുവാനാണ് ഇന്നത്തെ സമൂഹത്തിൽ പലപ്പോഴും സാധിക്കാതെ പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും നമ്മൾ ഇപ്പൊ ഈ കാർലോ അക്യൂറ്റസിന്റെ പറഞ്ഞ പോലെ വീട്ടിൽ നിന്നും ഈ കുട്ടികൾക്ക് കിട്ടിയ നല്ലൊരു പരിശീലനം, ഇപ്പൊ ആരായാലും ചിന്തിക്കുമല്ലോ, ഇത്രയും ലക്ഷക്കണക്കിന് കാശ് കിട്ടി കഴിയുമ്പോൾ ആർക്ക് ആവശ്യമില്ലാത്തത്, ആർക്ക് പണം കിട്ടിയാൽ അത് ഉപയോഗിക്കാത്തതായിട്ട് ആരും ഉണ്ടാവത്തില്ല. ശരിക്കും അവർക്ക് അവരുടെ വീട്ടിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ കിട്ടിയ നല്ലൊരു പരിശീലനമാണ് അവരെ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുവാൻ ശരിക്കും സഹായിച്ചതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം വഴിതെറ്റിപ്പോകുന്ന തലമുറയ്ക്ക് പിന്നിൽ അവർക്ക് വ്യക്തമായിട്ട് കിട്ടാത്ത ഒരു പരിശീലനം ഉണ്ടാകാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കുട്ടികളെ നമ്മളും ശരിക്കും നമ്മുടെ ഭാഗത്തു നിന്നും വലിയൊരു അഭിനന്ദനം അവരെ അറിയിക്കുകയാണ് ശരിക്കും. തീർച്ചയായിട്ടും ഈ സ്നേഹം, ദയ, കരുണ എന്നൊക്കെ പറയുന്ന മൂല്യങ്ങൾ അത് നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സ് ആദ്യം ശൂന്യമായിരിക്കണം. ഒരു കഥ പറയാം. ഒരു ഗ്രാമത്തിൽ ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേദകാര്യങ്ങളിലും നിയമകാര്യങ്ങളിലും എല്ലാം അപാരമായ പാണ്ഡിത്യമായിരുന്നു. ഇനിയും തനിക്ക് പഠിക്കാൻ മറ്റൊന്നുമില്ല എന്ന് അദ്ദേഹം ആലോചിച്ചിരുന്നു. ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസം നാട്ടിലുള്ള മറ്റൊരു പണ്ഡിതനോട് ഇദ്ദേഹം ചോദിച്ചു, എനിക്ക് ഇനി എന്തെങ്കിലും പഠിക്കുവാനുണ്ടോ? ആ വൃദ്ധനായ വ്യക്തി പറഞ്ഞു, എനിക്ക് ഇതിനൊന്നും പറഞ്ഞു തരാൻ കഴിയില്ല, കാരണം എനിക്ക് അത്രത്തോളം പാണ്ഡിത്യമില്ല. നിങ്ങൾ അയൽ ഗ്രാമത്തിലേക്ക് ചെല്ലുക, അവിടെ ഒരു കടയുണ്ട്. ആ കടയിലെ ആളോട് ചോദിച്ചു നോക്കൂ, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പഠിക്കുവാനുണ്ടോ എന്ന്. അങ്ങനെ അയൽ ഗ്രാമത്തിലേക്ക് ഈ പണ്ഡിതൻ എന്തെങ്കിലും തനിക്കിനിയും അറിയുവാനുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു വൃദ്ധനായ വ്യക്തിയായിരുന്നു ആ കടയിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് തോന്നി, എന്ത് പറഞ്ഞു തരാനാ എനിക്ക് എന്ന്. അങ്ങനെ വൃദ്ധനോട് ചോദിച്ചു, ഈ കടയിൽ എന്തൊക്കെയാണ് വിൽക്കുന്നത്? അവിടെ ഒരുപാട് ഭരണികൾ ഇരിപ്പുണ്ടായിരുന്നു. ആദ്യത്തെ ഭരണിയിൽ ചോദിച്ചു, ഇതെന്താണ്? ഇത് മുളക് പൊടി. അടുത്തതെന്താണ്? മല്ലിപ്പൊടി. അടുത്തതെന്താണ്? അങ്ങനെ നീണ്ടുപോയി ലിസ്റ്റുകൾ. അവസാനത്തെ ഒരു ഭരണി ഒഴിഞ്ഞിരിക്കുകയായിരുന്നു. എന്താണ് ഇതിലുള്ളത്? വൃദ്ധൻ മറുപടി പറഞ്ഞു, ഇതിൽ ഈശ്വരനാണുള്ളത്. അവൾ ചോദിച്ചു, എന്താണ് അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല എന്ന് ഞാൻ പറയാറില്ല, കാരണം ഒഴിഞ്ഞു കിടക്കുന്നിടത്തെല്ലാം ഈശ്വരൻ ഉണ്ടാകും എന്ന്. അയാൾക്ക് മനസ്സിലായി തൻ്റെ ഉള്ളിൽ ഒരുപാട് അഹങ്കാരമാണ് ഉണ്ടെന്ന്. ജ്ഞാനത്തിൽ അഹങ്കരിക്കുന്ന വ്യക്തികളാണ് ചുറ്റുമുള്ളത്. ഈ അഹങ്കാരം മാറിക്കഴിഞ്ഞാൽ മാത്രമേ അവിടെ നന്മ, സ്നേഹം, കരുണ തുടങ്ങിയ മൂല്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഈ ആഴ്ചയിലെ ചെങ്കിൽ തട്ടിയ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.